വൈദിക വിദ്യാർത്ഥികളാകാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വൈദികനാകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുമക്കളോട് പിതാവിൻ്റെ ദൈവവിളിയുമായിട്ട് എന്താണ് പറയാനുള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ 5ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴും എന്നെ കൂട്ടുകാർ അച്ഛനെന്നാണ് വിളിച്ചിരുന്നത്. അവരെന്തെങ്കിലും കുസൃതിതരം പറയുന്നുണ്ടെങ്കിൽ ഞാൻ വരണുണ്ട് അവരപ്പോൾ അത് നിർത്തി മാറിപ്പോവും. അതെന്താ കാരണം എനിക്കറിയില്ല. ഇവൻ അച്ഛനാവും എന്ന് പറഞ്ഞ് നടന്നിരുന്നത്. ഞാനവിടെ പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു ഇൻ്റർവെല്ലിനൊക്കെ. പിന്നെ വീട്ടിലാണ് ഈ ദൈവവിളിക്ക് എനിക്ക് പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നത്. മെയിനായിട്ട് എൻ്റെ അമ്മ ടീച്ചറായിരുന്നു. പിന്നെ അമ്മ കുറച്ച് നാൾ ഹോളി ഫാമിലി കോൺഗ്രിഗേഷൻ്റെ ഒരു ഹോസ്റ്റലിൽ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ടൈം ടേബിളൊക്കെ അമ്മയ്ക്ക് അറിയാം. ആ ടൈം ടേബിൾ തന്നെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അതായത് 6 മണിക്ക് സ്റ്റഡി, വൈകിട്ട് 6 മണിക്ക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ കൃത്യം 6 മണിക്ക് വന്നോളണം. 7:30 പ്രെയർ, കൃത്യം 7:30 പ്രാർത്ഥന തുടങ്ങും. 8 മണിക്ക് ഭക്ഷണം. അങ്ങനെ ആ മഠത്തിലെ ടൈം ടേബിൾ ഞങ്ങളുടെ വീട്ടിൽ അത് സ്ട്രിക്റ്റ് ആയിരുന്നു. പിന്നെ കാലത്ത് പ്രഭാത പ്രാർത്ഥന, കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞ പ്രാർത്ഥന. ഞാൻ സെമിനാരിൽ ചേർന്നപ്പോൾ എനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം വീട്ടിനകത്ത് അത്ര സ്ട്രിക്റ്റ് അല്ല സെമിനാരിൽ. അപ്പോൾ വീട്ടിൽ ആ പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛന്മാരെ കുറിച്ചൊക്കെ നന്നായിട്ട് പറയുള്ളൂ, ഒരിക്കലും കുറ്റം പറയുന്ന. ഇപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നുന്നു ദൈവവിളിക്ക് തടസ്സമായിട്ട് വരുന്നത് വീടുകളിലൊക്കെ പലപ്പോഴും അച്ഛന്മാരെ കുറിച്ച് സിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയുള്ള വിമർശനങ്ങൾ പാരൻസ് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരിക്കും. പാരൻസിന് അത് പറഞ്ഞാൽ അവർ ഗൗരവത്തിൽ എടുക്കുന്നത്, പക്ഷേ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് വരുന്നു. അതുകൊണ്ട് ഈ കുറ്റം പറയുന്ന രീതി, അനാവശ്യ വിമർശനങ്ങൾ അതൊന്നും എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. അച്ഛന്മാരൊക്കെ ഉള്ള റെസ്പെക്റ്റായിരുന്നു സിസ്റ്റേഴ്സിനോടൊക്കെ. അപ്പോൾ ഇതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കൊച്ചിയിലെ ഓൾട്ടർ ബോയ് ആയിരിക്കും അങ്ങനെ അച്ഛനാവുന്നുള്ള വീട്ടിൽ നിന്നാണ്. അമ്മ പ്രത്യേകം എന്നെ സ്കൂളിൽ ചേർത്തപ്പോൾ ശ്രദ്ധിച്ചിരുന്നു. ക്രിസ്തീയ വിശ്വാസ അന്തരീക്ഷമുള്ള സ്കൂളിൽ ചേർത്തത്. അതിനാണ് വാടക വീട്ടിൽ നിന്നൊക്കെ വന്ന് തിരിച്ച് പുല്ലൂർ വന്നപ്പോൾ ഉടനെ ഡോൺ ബോസ്കോയിൽ കൊണ്ട് ചേർത്തി 5ാം ക്ലാസ്സിൽ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നത്. അപ്പോൾ ചെറുപ്പകാലത്ത് ദൈവവിശ്വാസം പകർന്നു കൊടുക്കുന്നതിൽ മാതാപിതാക്കൾ കൊടുക്കുന്ന ഊന്നലാണ് ദൈവവിളിക്ക് അടിസ്ഥാനം എന്ന് ചിന്തിക്കുന്നത്. ഭാര്യ എന്തൊക്കെ സ്വാധീനം പറഞ്ഞാലും.